ജെൻസന്റെ മൃതദേഹം അമ്പലവയൽ ആണ്ടൂർ ഗ്ലോറിസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കാണാനെത്തിയവർ ഏറെയാണ്. എല്ലാവരുടെയും സംസാരത്തിൽ ജെൻസനോടുള്ള വാത്സല്യം നിറഞ്ഞു നിന്നു. സങ്കടം ഉള്ളിലൊതുക്കാനാവാതെ പലരും വിതുമ്പിപ്പോയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപകട വിവരമറിഞ്ഞപ്പോൾ അവൻ തിരികെ വരുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. മരണവിവരമറിഞ്ഞപ്പോൾ അങ്ങനെയാവരുതേ എന്നും പ്രാർത്ഥിച്ചു. ആണ്ടൂരിലെ വത്സലയുടെ വാക്കുകളിലുണ്ടായിരുന്നു ആ നാടിൻ്റെ മുഴുവൻ നൊമ്പരങ്ങളും. വ്യാഴാഴ്ച രാവിലെ മേപ്പാടിയിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണ് ജെൻസൻ അവസാനമായി സ്വന്തം നാട്ടിലെത്തിയത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം ജെൻസന്റെ മൃതദേഹം ചികിത്സയിൽ കഴിയുന്ന ശ്രുതിയെ കാണിക്കാനായി കൽപ്പറ്റ ലിയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശേഷം 1:45 ആണ്ടൂരിലെ ഗ്ലോറിസ് വയനാട് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ഓഡിറ്റോറിയത്തിലേക്ക് ഒരു നോക്ക് കാണാനെത്തിയത് ജനസാഗരം തന്നെ. 2 വരികളിലായി നിന്നവർ ജെൻസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ചുവപ്പും മഞ്ഞയും വെള്ളയും പൂക്കൾ നിറഞ്ഞ റീത്തുകൾ അവിടെ നിറഞ്ഞു. ജെൻസനെ ഒരു നോക്ക് കാണാനുള്ളവരുടെ വരി ഓഡിറ്റോറിയത്തിന്റെ മുറ്റവും കഴിഞ്ഞ് പ്രധാന റോഡ് വരെ നീണ്ടു. പൊതുദർശനത്തിന് ശേഷം 2:45 മൃതദേഹം ആണ്ടൂർ പരിമളം വീട്ടിലെത്തിച്ചു. വീടിനകത്ത് കൊണ്ടുപോയി മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും കാണിച്ചു. ശേഷം വീട്ടുമുറ്റത്തെ പന്തലിൽ വെച്ചു. അമ്മ മേരിയുടെയും അച്ഛൻ ജയന്റെയുമെല്ലാം സങ്കടം അവിടെ എത്തിയവരുടെയും കണ്ണു നിറച്ചു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ആണ്ടൂരിലെ നിത്യസഹായ മാതാ ദേവാലയത്തിലെത്തിച്ചു. പള്ളിയിലെ മരണാനന്തര ചടങ്ങുകൾക്കിടയിലും അവിടെ നൊമ്പര കാഴ്ചകൾ നിറഞ്ഞു. ഒടുവിൽ ജെൻസനെ പ്രാർത്ഥന ചൊല്ലി യാത്രയാക്കി. ടി സിദ്ദീഖ് MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, CPM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഹഫ്സത്ത്, വൈസ് പ്രസിഡന്റ് K ഷമീർ, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ബാബു, അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം NC കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷത സീത വിജയൻ, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസൈനാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AS വിജയ, ഉപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് അംഗം VN ശശീന്ദ്രൻ, കളക്ടർ DR മേഘശ്രീ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. അപ്പൂസേ, നീ അമ്മയുടെ കണ്ണീര് കാണുന്നുണ്ടോ? കരച്ചിൽ കേൾക്കുന്നുണ്ടോ? ശ്രുതിമോളോട് ഞാനിനി എന്ത് പറയും? ജെൻസനെ അവസാനമായൊരു നോക്ക് കണ്ടപ്പോൾ അമ്മ മേരി നെഞ്ചു പൊട്ടിക്കൊണ്ട് കരഞ്ഞ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത് കണ്ടുനിന്നവരുടെ കണ്ണു നിറച്ചു. അമ്പലവയൽ ആണ്ടൂരിലെ വീട്ടിലേക്കുള്ള ജെൻസന്റെ അവസാനത്തെ വരവ് നൊമ്പര കാഴ്ചയായി. മരിച്ച ജെൻസനെ ആശുപത്രി കിടക്കയിൽ അവസാനമായി കണ്ട പ്രതിശ്രുത വധു ശ്രുതിക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ മൃതദേഹം ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. നേരത്തെ പള്ളിയിൽ കൊണ്ടുപോയി കാണിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ശ്രുതിയുടെ മാനസിക ശാരീരികാവസ്ഥ മോശമായതിനാൽ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. 15 മിനിറ്റോളമാണ് ആശുപത്രിയിൽ മൃതദേഹം ദർശനത്തിന് വെച്ചത്. 100 കണക്കിന് ആളുകൾ ജെൻസനെ അവസാനമായി ഒന്ന് കാണാൻ വീട്ടിലേക്കും എത്തി. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസന്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് അപകടമുണ്ടായതും ജെൻസൻ മരിക്കുന്നതും. എല്ലാം നഷ്ടമായവളുടെ കരം പിടിച്ച ജെൻസൻ എന്ന നന്മയെയും മരണം കൊണ്ടുപോകുമ്പോൾ വികാരഭരിതമായി നോക്കി നിൽക്കാനല്ലാതെ നാട്ടുകാർക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല.